ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിപ്പം നമ്മുടെ ക്രിസ്മസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു മിനി വ്ളോഗാണ്. ഞാൻ വ്ളോഗിങ്ങിലോട്ട് തുടങ്ങുന്നേ ഉള്ളൂ. എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് വ്ളോഗ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സമയമൊന്നും എടുത്തില്ല, കുറച്ച് സമയം വെച്ച് പെട്ടെന്ന് തന്നെ വെച്ചു. പിന്നെ ഞാൻ നാട്ടിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. നാട്ടിൽ പോകും കുറച്ച് വൈകി. പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനും കുറേ അധികം വൈകിയിട്ടുണ്ട്. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് ഇപ്പം ന്യൂ ഇയറും ആയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ ടൈമിലാണ് ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് വൈകി, എങ്കിലും കുഴപ്പമില്ല. ഇപ്പോഴാണ് എല്ലാ വീഡിയോസും ഇട്ട് തുടങ്ങുന്നത്. ഓക്കെ, മാത്രമല്ല ഞാൻ ഇപ്പോൾ 12th തന്നെ ബോർഡ് എക്സാംസ് ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് നാളത്തേക്ക് വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇടാം. പിന്നെ ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക്. ക്രിസ്മസ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നിങ്ങൾ നാട്ടിലായിരുന്നു. ഓക്കെ, ഇനി അടുത്ത് ക്രിസ്മസ് ഡേ രാവിലെ തന്നെ നമ്മൾ തക്കാളിക്കറിയും ദോശയും പിന്നെ അപ്പവും സ്റ്റൂവും ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള കഴിക്കായിരുന്നു. പിന്നെ അതിന് നമ്മൾ ബീഫ് കറി എന്ന് വെച്ചു. ഇത് ഒരാഴ്ചത്തെ ഫുഡ് ഐറ്റംസാണ് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ഞാൻ 1-2 ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് ഈ കറികളൊക്കെ വെക്കുന്നതിൻ്റെ. പിന്നെ അന്ന് തന്നെ ഒരുപാട് ടൈപ്സ് കറി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് ആണ് ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് നടത്തുക. എൻ്റെ അമ്മാമ്മയും അപ്പനൊക്കെ ക്രിസ്മസിനോട് ഭയങ്കര നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. ഇതെന്ന് പറയുന്ന വൈകുന്നേരം ഒരു മുട്ട എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് എനിക്കെവിടെ എന്ന് ചോദ്യമാണ്. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. പിന്നെ ആ മുട്ട ഞാൻ കയ്യിലെടുക്കുന്നവരെ അവിടെ ഇരുന്നു. പിന്നെ മുട്ട എടുത്ത് കാണിക്കുമ്പോൾ പ്രത്യേക എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. പല രീതിക്കാണ് എക്സ്പ്രഷൻ. ഒടുക്കം ഞാൻ ഈ മുട്ട കയ്യിൽ നിന്ന് എടുത്ത് പൊട്ടിക്കാൻ പോയപ്പോഴത്തേക്കും അവൾ ചാടി എൻ്റെ പുറത്തൂടി കയറി ആ മുട്ട അവൾ തന്നെ കഴിച്ചു. ഒന്നും